السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد اتقوا الله عباد الله. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്തു ദാരിയാത്ത് തുടരുകയാണ്. ഇന്ന് ഇൻഷാ അള്ളാഹ് 43 മുതൽ 49 വരെയുള്ള ആയത്തുകൾ നമുക്ക് പഠിക്കാം ഇൻഷാ അള്ളാഹ്. ആദ്യമായി ഇതിന്റെ പാരായണം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وفي ثمود إذ قيل لهم تمتعوا حتى حين فعتوا عن أمر ربهم فأخذتهم الصاعقة وهم ينظرون فما استطاعوا من قيام وما كانوا منتصرين وقوم نوح من قبل إنهم كانوا قوما فاسقين والسماء بنيناها بأيد وإنا لموسعون والأرض فرشناها فنعم الماهدون ومن كل شيء خلقنا زوجين لعلكم تذكرون. സ്നേഹമുള്ള പഠിതാക്കളെ, നമ്മൾ സൂറത്തു ദാരിയാത്തിലെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും അതുപോലെ ഫിർഔനിൻ്റെയും സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതുപോലെ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് മലക്കുകൾ പോയ സംഭവങ്ങൾ, അതുപോലെ ആദ് സമൂഹത്തിന് സംഭവിച്ച ശിക്ഷ, ഇവയെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. തുടർന്ന് അള്ളാഹു മറ്റ് ചില ജനതക്കുണ്ടായ നാശത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. 43 ആയത്തിൽ വഫീ സമൂദ ഇദ് ഖീല ലഹും തമത്തഉ ഹത്താ ഹീൻ. വഫീ സമൂദ, സമൂദ് വിഭാഗത്തിലുമുണ്ട്, സമൂദ് ജനതയിലുമുണ്ട്. ഇദ് ഖീല ലഹും, അവരോട് പറയപ്പെട്ട സന്ദർഭം, തമത്തഉ, നിങ്ങൾ സുഖഭോഗമെടുത്ത് ആസ്വദിച്ച് ജീവിച്ചു കൊള്ളുക. തമത്താൽ സുഖിച്ച് ജീവിച്ചു കൊള്ളുക, സുഖഭോഗമെടുത്ത് ജീവിച്ചു കൊള്ളുക. ഹത്താ ഹീൻ, ഒരു സന്ദർഭം വരെ, ഒരു നിശ്ചിത സമയം വരെ നിങ്ങൾ സുഖിച്ച് ജീവിച്ചു കൊള്ളുക എന്ന് സമൂദ് വിഭാഗത്തോട് പറയപ്പെട്ടു. ആ വിഷയത്തിൽ, ആ ചരിത്രത്തിലും നിങ്ങൾക്കൊരുപാട് പാഠമുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട സമൂഹമാണ് സമൂദ് വിഭാഗം. അവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് സ്വാലിഹ് അലൈഹിസ്സലാം എന്നതിന് തെളിവായിട്ട് അത്ഭുതകരമായ ഒരൊട്ടകത്തെയാണ് അള്ളാഹു നൽകിയത്. അവർ സാധാരണ കണ്ടു പരിചിതമില്ലാത്ത വിധത്തിൽ പ്രത്യേകതകളുള്ള ഒരൊട്ടകം, അതിഭീമാകാരമായ ഒരൊട്ടകം. അത് പുറത്തേക്ക് വന്നതിൽ തന്നെ ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ചില റിപ്പോർട്ടുകളിലുണ്ട്. അള്ളാഹു ആണല്ലോ, അതെന്തുമാകട്ടെ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കൽ ഒരു ദിവസം, അതായത് ഒരു വെള്ള സ്ഥലമാണുള്ളത്, ഒരു തടാകം അല്ലെങ്കിൽ ഒരു കിണർ പോലെയുള്ള ഒന്നാണുള്ളത്. അവിടെ നിന്ന് ഒരു ദിവസം നിങ്ങൾ വെള്ളം എടുത്തുകൊള്ളുക, അടുത്ത ദിവസം ഒട്ടകത്തിനുള്ളതാണ്. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങൾ നിങ്ങൾ വെള്ളം ഉപയോഗിക്കുക, ഒന്നിടവിട്ട ദിവസം ഒട്ടകത്തിന് വേണ്ടി ആ ജലാശയം മാറ്റിവെക്കണം എന്നായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന. ആ കൽപ്പന സ്വാലിഹ് നബി അലൈഹിസ്സലാമിലൂടെ ആ ജനതയെ അറിയിക്കുകയും ചെയ്തു. കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നിന്ന് പിന്നെ നോക്കുമ്പോൾ അവർക്കതൊരു ഇടങ്ങാറായി മാറി. ഒരു ദിവസം വെള്ളം എടുത്ത് അടുത്ത ദിവസത്തേക്കുള്ള വെള്ളം അവർ സംഭരിച്ചു വെക്കണം, കാരണം പിറ്റേ ദിവസം ഒട്ടകത്തിനുള്ള ദിവസമാണല്ലോ. അപ്പോൾ ഇതവർക്കൊരു വിഷമമായി തോന്നി. ഒട്ടകമാണെങ്കിൽ ഒരു ദിവസം വെള്ളം കുടിക്കാതെ ഇവരെല്ലാം കുടിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം, ആ ജലാശയത്തിലുള്ള ഏതാണ്ട് വെള്ളമൊക്കെ ഒട്ടകം ഒറ്റ ദിവസം കൊണ്ട് കുടിച്ചു തീർക്കും. പിറ്റേ ദിവസം ഒട്ടകത്തിന് വെള്ളം വേണ്ട, പിറ്റേ ദിവസം അത്ര തന്നെ വെള്ളം അതിൽ നടന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന അങ്ങനെയായിരുന്നു. അതോടൊപ്പം തന്നെ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും ഒക്കെ പ്രവാചകൻ സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കൽപ്പനകളൊക്കെ അവർ ധിക്കരിച്ചു എന്ന് മാത്രമല്ല, സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഉപദേശങ്ങളൊക്കെ അവർ തള്ളിക്കളഞ്ഞ് അവർ ആ ഒട്ടകത്തെ അറുകൊല ചെയ്തു, കൊന്നുകളഞ്ഞു ഒട്ടകത്തെ. അത് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്, ഇതിനൊരു ബുദ്ധിമുട്ടും നിങ്ങൾ വരുത്താൻ പാടില്ല, ഇതിനെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, അങ്ങനെ വല്ലതും ഒട്ടകത്തെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭയാനകമായ ശിക്ഷ ഒന്നടങ്കമുണ്ടാവും
എന്നൊക്കെ നേരത്തെ തന്നെ സ്വാലിഹ് അലൈഹിസ്സലാം അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതെല്ലാം അവർ അവഗണിച്ച് ഈ ഒട്ടകം നമുക്കൊരു ശല്യമാണ്, ഒരു ദിവസം അതിനു വേണ്ടി വെള്ളം ജലാശയം അതിന് കുടിക്കാൻ വേണ്ടി മാറ്റിവെക്കണം, നമുക്കൊന്നും വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് അവിടെ നിന്ന് സംഭരിച്ചു വെച്ചതല്ലാതെ, തലേന്ന് സംഭരിച്ചു വെച്ചതല്ലാതെ അതൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ ഒട്ടകം ശല്യമാണ്, ഈ ഒട്ടകത്തിനെ അറുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അവരങ്ങനെ അറുത്തു. സ്വാലിഹ് നബി അലൈഹിസ്സലാം അറുക്കുന്നതിൻ്റെ അപകടപ്പെടുത്തുന്നതിൻ്റെ ഒട്ടകത്തെ അപകടപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെ നിങ്ങൾ വല്ലതും ചെയ്താൽ പിന്നെ 3 ദിവസമാണ് നിങ്ങൾക്ക് ബാക്കിയുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് അപകടം വരുമെന്ന്. ഏതായിരുന്നാലും എല്ലാം അവഗണിച്ച് അവർ അറുത്തു കഴിഞ്ഞപ്പോൾ അവർക്കൊരു പേടിയും തുടങ്ങി. അവരോട് സ്വാലിഹ് നബി അലൈഹിസ്സലാം ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾക്ക് 3 ദിവസമാണ് ഭൂമിയിൽ ബാക്കിയുള്ളത്. ആ 3 ദിവസം നിങ്ങൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് സുഖഭോഗങ്ങളോടുകൂടി നിങ്ങൾ ജീവിച്ചു കൊള്ളുക. 4-ാമത്തെ ദിവസം നിങ്ങൾക്ക് നാശമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവർക്ക് കൊടുത്തു. അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് നാട്ടിൽ ഒരു തെറ്റായ കാര്യം ചെയ്യാത്ത ഒരു നല്ലവനായ മനുഷ്യനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ മുന്നറിയിപ്പ് അങ്ങനെ അങ്ങ് അവഗണിക്കാനും കഴിഞ്ഞില്ല. ഏതായാലും അവർ പേടിച്ച് കഴിഞ്ഞുകൂടി. 4-ാമത്തെ ദിവസം അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തി. അതാണ് തുടർന്ന ഉള്ള ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. 44-ാമത്തെ ആയത്ത്, എന്നിട്ട് അവർ ധിക്കരിച്ചു, അല്ലെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിപരീതം ചെയ്തു. അൻ അംരി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ കൽപ്പന വിട്ട് അവർ ധിക്കാരം പ്രവർത്തിച്ചു. ഫഅഖദത്ഹും, അപ്പോൾ അവരെ പിടികൂടി. അസ്വാഇഖത്തു, ഇടിത്തി അഥവാ ഘോര ശബ്ദം, ഭയങ്കരമായ ശബ്ദമാണ് സ്വായിഖത്ത്, അതിൽ തീയുമുണ്ടായിരുന്നു. വഹും, അവർ യൻദുറൂൻ, നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇവർക്ക് 3 ദിവസമാണല്ലോ സ്വാലിഹ് അലൈഹിസ്സലാം അവർക്ക് അവധി കൊടുത്തിട്ടുള്ളത്. ആ 3 ദിവസം കഴിഞ്ഞു. ഉടനെ തന്നെ പിറ്റേന്ന് പ്രഭാതത്തിൽ രാവിലെ തന്നെ പകല് തന്നെ അവരെ ഒന്നിച്ച് പിടികൂടുന്ന ഒരു ശിക്ഷ, അല്ലെങ്കിൽ ഘോരമായ ഒരു ശബ്ദവും ഇടിത്തിയും അവരിൽ വന്നിറങ്ങി. അവരെല്ലാവരും അതോടുകൂടെ നശിച്ചു പോവുകയും ചെയ്തു. ഈ സംഭവവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഒരുപാട് ഗുണപാഠങ്ങളുള്ളതുമാണ് എന്നാണല്ലോ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 45-ാമത്തെ ആയത്ത്, അവർക്ക് സാധിച്ചില്ല, മിൻ ഖിയാമിൻ, എഴുന്നേൽക്കാൻ പോലും സാധിച്ചില്ല, അഥവാ രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചില്ല. വമാ കാനു, അവരായിരുന്നില്ല, മുൻതസിരീൻ, രക്ഷാ നടപടി സ്വീകരിക്കുന്നവരായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിക്കുന്നവരുമായിരുന്നില്ല. അങ്ങനെ 4-ാമത്തെ ദിവസം, അതായത് ഈ ഒട്ടകത്തെ അറുത്ത ശേഷം 4-ാമത്തെ ദിവസം അവർക്ക് പകൽ സമയത്ത് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തി. ആ ശിക്ഷ നോക്കിക്കാണുകയായിരുന്നു അവർക്കൊന്ന് എഴുന്നേൽക്കാൻ പോലും സമയം കിട്ടിയില്ല. ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പോലും സമയം കിട്ടാത്ത വിധം അത്രയും വേഗത്തിൽ ആ ശിക്ഷ അവരെ പിടികൂടി. മാത്രമല്ല, അവരെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർക്ക് ഒരു തരത്തിലും അവർക്ക് സാധ്യമായില്ല. ആരും അവരെ രക്ഷപ്പെടുത്താനും ഉണ്ടായില്ല. അങ്ങനെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ സമൂദ് വിഭാഗം ഒന്നിച്ച് നശിച്ചൊടുങ്ങി. ആ ചരിത്ര സത്യത്തിലും നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലേക്ക് അല്പകാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. 46-ാമത്തെ ആയത്ത് മുതൽ. 46-ാമത്തെ ആയത്ത്, വഖൗമ നൂഹിൻ മിൻ ഖബ്ൽ ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ. വഖൗമ, ജനതയെയും നശിപ്പിച്ചു. നൂഹിന്റെ ജനതയെയും നശിപ്പിച്ചു. മിൻ ഖബ്ലു, മുമ്പ്. അപ്പോൾ ഈ സമൂഹത്തെയൊക്കെ നശിപ്പിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയെയും അള്ളാഹു നശിപ്പിച്ചു. ഇന്നഹും, അവർ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത, കാനു, അവരായിരുന്നു, ഖൗമൻ, ഒരു ജനതയായിരുന്നു, ഫാസിഖീൻ, ദുർനടപ്പുകാരായ ഒരു ജനതയായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലേക്ക് ഏതാനും ആയത്തുകൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം കഴിഞ്ഞാൽ ഒരു പ്രബോധനം ഏൽപ്പിക്കപ്പെട്ട പ്രവാചകൻ എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ്. അവർക്കിടയിൽ മറ്റ് പ്രവാചകന്മാരുണ്ടോ? അള്ളാഹു ആലം. പ്രവാചകന്മാരല്ല, പ്രബോധന ഉത്തരവാദിത്വം നൽകിയിട്ടുള്ള റുസുലുകളും മുർസലീങ്ങളുണ്ടോ എന്നുള്ളത് അള്ളാഹു ആലം. എന്തുമാട്ടെ, ഏതായിരുന്നാലും ആദ് സമൂഹത്തെ നശിപ്പിച്ചതിൻ്റെയും
പിന്നെ സമൂദ് വിഭാഗത്തെയൊക്കെ നശിപ്പിച്ചതിൻ്റെയും മുമ്പുണ്ടായിരുന്ന ഒരു ജനതയായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് ഒരുപാട് പ്രാവശ്യം ഒരുപാട് കാലം അവരോട് പ്രബോധനം നടത്തി ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ അവരോട് ആവശ്യപ്പെട്ടു. 950 വർഷം അദ്ദേഹം പ്രബോധനം ചെയ്തു എന്നാണ് ഖുർആൻ പറയുന്നത്. അത്രയും ദീർഘമായ കാലം പ്രബോധനം ചെയ്തു ഇസ്ലാമിലേക്ക് വരാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ. എന്തൊക്കെ പറഞ്ഞിട്ടും അവർ സത്യം സ്വീകരിക്കാൻ തയ്യാറായില്ല നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത. അവസാനം അള്ളാഹുവിൻ്റെ അറിയിപ്പുണ്ടായി, നൂഹേ, നീ കപ്പൽ പണിതുകൊള്ളുക. നമ്മുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ അറിവോടുകൂടി നീ കപ്പൽ പണിതുകൊള്ളുക. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൻ്റെ പണി ആരംഭിച്ചു. അപ്പോഴും ആ ദുഷ്ടജനത നൂഹ് നബി അലൈഹിസ്സലാമിനെ അവമതിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു, ഭ്രാന്തനായി ചിത്രീകരിച്ചു കൊണ്ടിരുന്നു, പരിഹസിച്ചു കൊണ്ടിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്നെ ഞങ്ങളെ പരിഹസിക്കുന്നു, നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു, വിശ്വാസികളെ പരിഹസിക്കുന്നു. ഒരു ദിവസം വരാനുണ്ട്, അന്ന് ഞങ്ങളൊക്കെ നിങ്ങളെ പരിഹസിക്കുന്ന ദിവസം വരാനുണ്ട് കേട്ടോ എന്ന് മാത്രം നൂഹ് നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു. അദ്ദേഹം കപ്പലിൻ്റെ പണി തുടർന്നു. കപ്പലിൻ്റെ പണി പൂർത്തിയായി. അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി ആകാശത്തോട് മഴ പെയ്യിപ്പിക്കാൻ. ആകാശത്ത് നിന്ന് മഴ പെയ്തു. ഭൂമിയോട് കൽപ്പനയുണ്ടായി നീരുറവ പൊട്ടിയൊഴുക്കാൻ. ഭൂമിയിൽ എല്ലാ ഭാഗത്തു നിന്നും ഉറവകൾ പൊട്ടിയൊഴുകി. താഴെ നിന്ന് ഭൂമിയിലുള്ള ഉറവയും മുകളിൽ നിന്ന് ആകാശത്തിൽ നിന്നുള്ള മഴയും ഒരുപോലെ കോരിച്ചൊരിയുകയും ഉറവജലവും എല്ലാം കൂടെയായി ഭൂമി മുഴുവനും മഹാപ്രളയത്തിൽ മുങ്ങി. വെള്ളം കയറുന്നതിനനുസരിച്ച് നൂഹ് നബി അലൈഹിസ്സലാമും സത്യവിശ്വാസികളും ആ കപ്പലിൽ കയറി. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകനെ വിളിച്ചു നൂഹ് നബി അലൈഹിസ്സലാം, മകനെ ഇങ്ങോട്ട് കയറും മകനെ. ആ മകൻ പറഞ്ഞു, വേണ്ട, ഞാൻ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ, ഈ മലക്ക് മുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളും. ഈ വിശ്വാസികളുടെ കൂടെ ഞാനില്ല. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ വിശ്വാസിയായിരുന്നില്ല. നിങ്ങളുടെ കൂടെ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈ മലയുടെ മുകളിൽ കയറിയിട്ട് രക്ഷപ്പെടാമെന്ന് വീരവാദം മുഴക്കി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരു തിരമാല വന്ന് പെട്ടെന്ന് തന്നെ അവൻ മുങ്ങിപ്പോയി. നൂഹ് നബി അലൈഹിസ്സലാമും തൻ്റെ മകനും തമ്മിൽ വേർപെട്ടു. അങ്ങനെ മുങ്ങി നശിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം വല്ലാതെ ദുഃഖിച്ചു. പടച്ചവനെ, നിന്റെ വാക്കല്ലേ, എൻ്റെ കുടുംബക്കാരെ രക്ഷിക്കാമെന്ന് നീ പറഞ്ഞതല്ലേ, നിന്റെ വാഗ്ദാനമല്ലേ, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ, അവരെ രക്ഷിച്ചില്ലല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ താക്കീതുണ്ടായി, ഇല്ല, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അതൊരു സ്വാലിഹായ അമലല്ല അവൻ്റേത്, അവന് സൽക്കർമ്മകാരിയല്ല, വിശ്വാസം അവൻ സ്വീകരിച്ചിട്ടില്ല. മേലിൽ ഇത്തരം വിവരം കെട്ട കാര്യങ്ങൾ എന്നോട് പറയരുത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന് താക്കീതും നൽകി അള്ളാഹു. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി. അറിയാതെ പറഞ്ഞു പോയതാണ് റബ്ബേ, പുറത്തു തരണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടി. മഴ പെയ്തുകൊണ്ടിരുന്നു. ഭൂമി മുഴുവനും വെള്ളം നിറഞ്ഞു. ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസികളും എല്ലാ ജീവജന്തുക്കളിൽ നിന്നും ഓരോ ഇണകളെയും, ഒരാണ് ഒരു പെണ്ണ് എന്ന നിലക്ക് ഇണകളെയും കയറ്റാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു. അതെല്ലാം കയറ്റി കപ്പലങ്ങനെ വെള്ളത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അള്ളാഹു നിശ്ചയിച്ച സമയമായപ്പോൾ മഴ നിർന്നു. ഭൂമിയുടെ ഉറവകൾ മെല്ലെ മെല്ലെ വറ്റാൻ തുടങ്ങി. വെള്ളം മെല്ലെ മെല്ലെ വറ്റിത്തുടങ്ങി. വെള്ളം താഴ്ന്നപ്പോൾ ജൂതി പർവ്വതനിരകളിൽ, അറാറത്ത് പർവ്വതനിരകളിലെ ജൂതി പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്ത് ഈ കപ്പൽ നിലയുറപ്പിക്കുകയും ചെയ്തു. വസ്തവത്തെ അലൽ ജൂതി, ഖുർആൻ പറയുന്നുണ്ടത്, ജൂതി പർവ്വതത്തിൽ അത് നിലയുറപ്പിച്ചു. വെള്ളം വറ്റി ഭൂമിയെല്ലാം ഉണങ്ങിയ ശേഷം സത്യവിശ്വാസികൾ വീണ്ടും ഭൂമിയിൽ താമസമാക്കി. ഈ ചരിത്രവും നിങ്ങൾക്കറിയാവുന്നതാണ്. ആ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ നിങ്ങൾക്കൊരുപാട് ദൃഷ്ടാന്തമുണ്ട്. ആ ദുർനടപ്പുകാരായ ആ ജനതയ്ക്ക് വന്ന അപകടം, അവർക്ക് ലഭിച്ച ശിക്ഷ നിങ്ങൾ കരുതിയിരിക്കണം എന്ന അല്ലാഹു ഓർമ്മ. ഇനിയുള്ള 3 ആയത്തുകളിൽ ഒരുപാട് ഭൗതിക പ്രതിഭാസങ്ങൾ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ബുദ്ധിയെ തട്ടി ഉണർത്തുകയാണ്. കുറേ ചരിത്രം പറഞ്ഞു, കുറേ ജനതയ്ക്കുണ്ടായ നാശം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജനത, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിച്ചത്, ഫിറഔനും മൂസാ നബിയും തമ്മിലുള്ള സംസാരം, ഫിറഔനിൻ്റെ അന്ത്യം ചെങ്കടലിൽ മുങ്ങി മരിച്ചത്, അങ്ങനെ തുടങ്ങിയിട്ട് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ പറ്റിയിട്ട്, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ പറ്റിയിട്ട്, അതുപോലെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ആ ജനതയെപ്പറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ട് ആ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത, ഇവർക്കൊക്കെയുണ്ടായ ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അവർക്ക് ലഭിച്ച ശിക്ഷകളെ സംബന്ധിച്ചൊക്കെ അള്ളാഹു ഓർമ്മിപ്പിച്ചു. ഇനി 3 ആയത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന മഹാരഹസ്യത്തിലേക്ക്, മഹാ അത്ഭുതത്തിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്ക് പഠിക്കാം. 47-ാമത്തെ ആയത്ത്, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമുസ്ഇഊൻ.
വൽ അർള ഫറസ്നാഹ ഫനിഅമൽ മാഹിദൂൻ. വസ്സമാഅ ആകാശത്തെ, ബനൈനാഹ നാം അതിനെ നിർമ്മിച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു, അഥവാ സ്ഥാപിച്ചിരിക്കുന്നു. ബി ഐദിൻ നമ്മുടെ ശക്തിയാൽ നാം അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. വ ഇന്ന നിശ്ചയമായും നാം ലമൂസിഊൻ അതിനെ വിപുലീകരിക്കുന്നതാകുന്നു, അതിനെ വികസിപ്പിക്കുന്നവനാകുന്നു. അടുത്ത ആയത്ത്, വൽ അർള ഭൂമിയെ, ഫറസ്നാഹ അതിനെ നാം വിരിച്ചിരിക്കുന്നു, വിരിപ്പാക്കിയിരിക്കുന്നു. ഫനിഅമ അപ്പോൾ എത്ര നല്ലതായിട്ടുണ്ട് അൽ മാഹിദൂൻ ഈ വിധാനിച്ചവർ, നാം ആണ് ഇതിനെ വിധാനിച്ചിട്ടുള്ളത്. അപ്പൊ വിധാനിക്കുന്നവരുടെ കൂട്ടത്തിൽ, സുഖ സൗകര്യങ്ങൾ ഒരുക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര നല്ലവരാകുന്നു നാം എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ട് കാര്യം, ആകാശവും ഭൂമിയും, ഇതിനെ രണ്ടിനെയും സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. 47-ാം ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് വസ്സമാഅ ബനൈനാഹ ബി ഐദിൻ, ആകാശത്തെ നമ്മുടെ കഴിവിനാൽ, നമ്മുടെ ശക്തിയാൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ബി ഐദിൻ എന്ന് പറഞ്ഞ വാക്ക്, യദുൻ ജമ്മ് ഐദിയുണ്ട്, കൈകൾ എന്നർത്ഥം. യദ് കൈ, ഐദി അതിന്റെ ബഹുവചനാണ്, യദിന്റെ ബഹുവചനാണ് ഐദി, കൈകൾ. പക്ഷെ ആ അർത്ഥമല്ല ഇവിടെ ഉള്ളത് എന്ന് ഇബ്നു ഉസൈമീൻ, അല്ലാമ ഇബ്നു ഉസൈമീൻ ആധുനിക പണ്ഡിതനാണ്, അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ ഐദിൻ എന്ന് പറഞ്ഞ ഈ വാക്ക് ആദ യഈദു അതിന്റെ മസ്തറായ ഐദിൻ ആണ്. ആദ മാലിയായ ഫിഅല്, യഈദു അതിന്റെ മുളാരിയായ ഫിഅല്, അതിന്റെ മസ്തറാണ് ഐദിൻ. ആ ഐദിയാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഇബ്നു ഉസൈമീൻ പറയുന്നത്. അദ്ദേഹം അതിന് പറയുന്ന ന്യായം, എല്ലാ തഫ്സീറുകളിലും ഇതില് ബി ഐദിൻ എന്നതിന് ബി ഖുവ്വത്തിൻ, ബി ഖുദ്റത്തിഹി, ബി ഖുവ്വത്തിഹി എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കഴിവ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശക്തി ഉപയോഗിച്ച്, അവൻ്റെ ശക്തിയാൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഐദി എന്നുള്ളത് കരങ്ങൾ എന്നല്ല. എന്നാൽ പല തഫ്സീറുകളിലും കരങ്ങൾ എന്ന് വാക്കർത്ഥം കൊടുക്കുകയും അതിൻ്റെ ആശയം പിന്നെ ശക്തിയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിയല്ല എന്നാ. അങ്ങനെ ഒരു തഹരീഫിന്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിൽ നിന്ന് കൈ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൈ എന്ന് തന്നെ പറയാവുന്നതാണ്. അതിനെ മാറ്റിയിട്ട് വേറെ വിധത്തിൽ വ്യാഖ്യാനിച്ച് ഖുവ്വത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ബി ഐദിൻ എന്ന് പറഞ്ഞാൽ തന്നെ ആദ യഈദു എന്ന ഫിഅലിൽ നിന്ന് വന്നിട്ടുള്ള മസ്തറായ ഐദിയാണ്. അതിന്റെ അർത്ഥം ഖുവ്വത്ത് അല്ലെങ്കിൽ ഖവിയ്യ് എന്ന് തന്നെയാകുന്നു അതിന്റെ അർത്ഥം. അതാണ് ഇതിൽ ഏറ്റവും ശരിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെ. അപ്പോ ഇവിടെ വസ്സമാഅ ബനൈനാഹ ബി ഐദിൻ, ആകാശത്തെ നമ്മുടെ ശക്തിയാൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ പറയാ വ ഇന്നാ ലമൂസിഊൻ, തീർച്ചയായും നാം വിപുലപ്പെടുത്താൻ കഴിവുള്ളവനാകുന്നു, വികസിപ്പിക്കാൻ കഴിവുള്ളവനാകുന്നു. ഇത് വലിയ ഒരു അർത്ഥ തലത്തിലേക്കാണ് ഈ പ്രയോഗം വിരൽ ചൂണ്ടുന്നത്. പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. പ്രപഞ്ചം വികസിക്കുന്നുണ്ട് എന്ന കാര്യം 20-ാം നൂറ്റാണ്ടിലാണ് ശാസ്ത്രം കണ്ടെത്തിയത്. അതും ഈ അടുത്ത കാലത്ത് 1920കളിലും 25ലും 26ലും ഒക്കെയാണ്, 29 തുടങ്ങിയ 1920കളിലാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ കാര്യമായി പുരോഗമിച്ചതും കാര്യമായി ആ മേഖലയിൽ ഒരു കണ്ടെത്തൽ നടന്നതുമൊക്കെ 1920കളിലാണ്. അത് ഏതാണ്ട് ഒരു സ്ഥിരീകരിക്കപ്പെടുന്നത് 1960കളിലാണ്. ഏതാണ്ട് 65ഒക്കെ ആകുമ്പോഴാണ്. അത് ഈ അടുത്ത കാലത്ത്, വളരെ കുറച്ചായിട്ടുള്ളൂ, നമ്മുടെ നൂറ്റാണ്ട്, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളിൽ ഈ ഖുർആൻ പഠിതാക്കളിൽ വലിയൊരു ശതമാനം എന്ന് പറഞ്ഞാൽ ഈ 1960 മുമ്പ് ജനിച്ചവരാണ്. അപ്പോൾ നമ്മളുടെ ജനനശേഷം നാം ജീവിക്കുന്ന ഈ തലമുറയിലാണ് യഥാർത്ഥത്തിൽ ആകാശം അല്ലെങ്കിൽ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു തത്വമായി, ഒരു ശാസ്ത്രമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് അർത്ഥം. എന്നാൽ അതിന്റെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരക്ഷരവും എഴുതാനറിയാത്ത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ, നബിയുൽ ഉമ്മിയാണ്, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത്. നബിയുൽ ഉമ്മിയാണ്, അക്ഷരജ്ഞാനമില്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത ഒരു പ്രവാചകൻ. ആ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ് ലോകം ശ്രവിച്ചത് എന്നത് വിശുദ്ധ ഖുർആനിന്റെ അത്യത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാകുന്നു. ഈ ശാസ്ത്രം ഇന്നാണ് കണ്ടെത്തിയത്, ഇപ്പൊ അടുത്ത കാലത്ത്. അപ്പോൾ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാ. കാരണം ഇതൊരു ബിഗ് ബാങ്കിൽ നിന്ന് തുടങ്ങി, ഒരു മഹാവിസ്ഫോടനത്തിൽ നിന്ന് തുടങ്ങി പ്രപഞ്ചമുണ്ടായി. ആ
വിസ്ഫോടനത്തിൽ ഒരു പൊട്ടിത്തെറിയാണ്. ഒരു വലിയ ഒരു ബലൂണ് പൊട്ടിത്തെറിച്ചാൽ അല്ലെങ്കിൽ ഒരു പടക്കം പൊട്ടിത്തെറിച്ചാൽ അതിൻ്റെ കഷ്ണങ്ങൾ അതിശക്തമായി 4 ഭാഗത്തേക്കും ചിന്നിച്ചിതറി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു കോസ്മിക്കായ അതീവ പിണ്ഡമുള്ള ഒരു വസ്തുവായിട്ട് ഒന്നിച്ച് കിടക്കുകയായിരുന്നു എന്നും, എന്നിട്ട് അതൊരു സമയത്ത് പൊട്ടിത്തെറിച്ചു, അഥവാ അള്ളാഹു പൊട്ടിത്തെറിപ്പിച്ചു. തനിയെ പൊട്ടൂല, ഒരു സാധനവും തനിയെ പൊട്ടൂല. ഒരു പടക്കം പൊട്ടണമെങ്കിൽ അതിന് പുറത്തു നിന്നുള്ള തീ വന്ന് ഒരു എനർജി അതിന് കിട്ടിയിരിക്കണം, അപ്പോഴേ പൊട്ടുള്ളൂ. ഒരു ബലൂൺ പൊട്ടണമെങ്കിൽ ആ ബലൂണിന് ഒരു എനർജി കിട്ടിയിരിക്കണം, അതിലുള്ള വായു, ആവശ്യത്തിലേറെ വായു നിറഞ്ഞു, അല്ലെങ്കിൽ വായു വികസിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ബലൂണിൻ്റെ പുറന്തോടിൻ്റെ ശക്തി ക്ഷയിച്ചു. ഇങ്ങനെയൊക്കെ പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു പ്രേരണയില്ലാതെ ഒരു വസ്തുവും പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ ബിഗ് ബാങ് എങ്ങനെയുണ്ടായി? അത് പെട്ടെന്ന് വെറുതെ ഉണ്ടായതല്ല. അള്ളാഹു അവൻ്റെ ഉദ്ദേശമനുസരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് അവൻ ഉദ്ദേശിച്ച സമയത്ത് അവൻ്റെ കൽപ്പന അനുസരിച്ചുണ്ടായതാണ് ആ പൊട്ടിത്തെറി. അപ്പോൾ ആ പൊട്ടിത്തെറി അഥവാ ആ സ്ഫോടനം, മഹാവിസ്ഫോടനം ഉണ്ടായതോടുകൂടി ആ ഒന്നിച്ചു കിടന്നിരുന്ന കോസ്മിക് എഗ്ഗിൽ നിന്ന് ഓരോ കഷ്ണങ്ങളായി വേർപെട്ട് 4 ഭാഗത്തേക്കും അതീവ വേഗതയിൽ ചിന്നിച്ചിതറി ദൂരേക്ക് തെറിച്ചു കൊണ്ടിരുന്നു. ആ തെറിച്ചതിൽ പല ഭാഗത്തായിട്ട് എത്തിപ്പെട്ടതാണ് ഗോള നക്ഷത്രങ്ങളും ഉൽക്കകളും, അങ്ങനെ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്ന. അപ്പൊ അന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ ആ തെറിയുടെ ഊക്കോടുകൂടെ ഇവ ഇങ്ങനെ ദൂരേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണെന്ന്. അതിൻ്റെ സഞ്ചാരം, അതിൻ്റെ വികാസം തീർന്നിട്ടില്ല. അത് ഇപ്പോഴും പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു, ഗാലക്സികൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഗാലക്സിയും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്, അതീവ വേഗതയിൽ അകന്നുകൊണ്ടേയിരിക്കുകയാണ്, മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതാ ഖുർആൻ പറഞ്ഞത്, വ ഇന്നാല മൂസിഊൻ, നാം അതിനെ വികസിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ ആയത്തിനിലെ മൂസിഊൻ എന്ന് പറഞ്ഞാൽ നാം കഴിവുള്ളവരാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ഭൂമിയിലുള്ള ജീവിയാവട്ടെ, കടലിലുള്ള ജീവിയാകട്ടെ, മറ്റേതെങ്കിലും ഭാഗത്തുള്ള ജീവിയാകട്ടെ, ഭൂഗർഭ ജലത്തിൽ ജീവിക്കുന്ന ജലജീവികളാകട്ടെ, മണ്ണിനടിയിൽ കിടക്കുന്ന തവളയാകട്ടെ, എല്ലാ വസ്തുവിനും ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ നാം നൽകുക തന്നെ ചെയ്യും എന്നാണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന്. അങ്ങനെയും മൂസിയൂൻ എന്ന വാക്കിന്റെ അർത്ഥമുണ്ട്. അതും ഒരു അത്ഭുതം തന്നെയാണ്. ആ നിലക്ക് നമ്മൾ അർത്ഥകൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അതും ഒരു മഹാ അത്ഭുതം തന്നെയാണ്. കോടാനുകോടി വരുന്ന ജീവജാലങ്ങൾ, മനുഷ്യര്, മൃഗങ്ങള്, ഏറ്റവും ചെറിയ അമീബ മുതൽ ഏറ്റവും വലിയ ജീവി വരെ, നീലത്തിമിംഗലം വരെയുള്ള, കടലിലും കരയിലും വായുവിലുമായിട്ട് പരന്നു കിടക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ വസ്തുക്കൾ മുഴുവനും, ഭക്ഷ്യവിഭവങ്ങൾ മുഴുവനും അള്ളാഹു സദാ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് ചിന്തിച്ചാലും വലിയൊരു അത്ഭുതമുണ്ട്. പിന്നെ അവിടെ മൂസിഊൻ എന്ന് പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണെങ്കിലോ അത് മഹാ അത്ഭുതവുമാണ്. ഇത് ചിലപ്പോൾ പറയും, ഇതൊക്കെ ഇപ്പോൾ ശാസ്ത്രം, ഈ 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രം അത് കണ്ടെത്തിയപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒപ്പിച്ച് വിശദീകരിക്കാൻ, ഒപ്പിച്ച് വ്യാഖ്യാനിക്കുകയാണ് എന്ന് ചിലപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയും. അങ്ങനെയാണല്ലോ, എന്ത് കിട്ടിയാലും നിങ്ങളൊക്കെ ഖുർആൻ ഒപ്പിക്കലാണ്. എന്ത് ശാസ്ത്രം ഏതൊന്ന് തെളിയിച്ചാലും അത് ഖുർആനിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വെറുതെ വാദഗതി പറയുക. അതിൽപ്പെട്ട ഒന്നാണ് പ്രപഞ്ചം വികസിക്കുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞത് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ വിമർശിക്കാറുണ്ട്. അത് ശരിയല്ല. വസ്സമാ ബനൈനാനഹാ ബിഐദിൻ വഇന്നാല മൂസിഊൻ എന്ന ഈ 47-ാമത്തെ ആയത്തിന് ഹിജറ 373 മരിച്ച, എത്ര കൊല്ലം മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കി, 11 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഹിജറ 3-ാം നൂറ്റാണ്ടിൽ 373 മരണപ്പെട്ട സമർഖന്ദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിക്കണം, എത്ര കൊല്ലം? 11 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അല്ല, 11 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏതാണ്ട് 1100 വർഷങ്ങൾക്ക് മുമ്പ്. ഇതിവിടെ ശാസ്ത്രം വികസിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ 100 കൊല്ലം കഴിഞ്ഞിട്ടില്ല. ഇവിടെ 1100 വർഷങ്ങൾക്ക് മുമ്പ് സമർഖന്ദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. എന്ത്? നഹ്നു ഖാദിറൂന അലാ അൻ നുസവ്വിഅഹാ കമാ നുരീദു, നാം കഴിവുള്ളവനാണ് എന്തിന്? ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ ആകാശത്തെ നാം ഉദ്ദേശിക്കുന്ന വിധത്തിൽ അൻവസ്യഹ, അതിനെ വികസിപ്പിക്കാൻ നാം കഴിവുള്ളവനാകുന്നു എന്നാകുന്നു ഇതിന്റെ അർത്ഥമെന്ന് 3-ാം നൂറ്റാണ്ടിലെ സമർഖന്ദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇമാം സമഖ്ശരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു, ജഅൽനാ ബൈനഹാ വ ബൈനൽ അർളി സഅതൻ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നാം വിശാലത ഉണ്ടാക്കുകയാണ് എന്ന്.
വിശാലത അതിന്റെ വികസിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, വികസിക്കുമ്പോൾ ഇടയിലുള്ള വിശാലത കൂടുമല്ലോ എന്നാണ് അതുകൊണ്ട് അർത്ഥം എന്ന് ദമഖ്ശരി പറയുന്നു. 972 ഹിജറ വർഷം 972, അതായത് 9ാം നൂറ്റാണ്ടിൽ വഫാത്താകുന്ന അന്നത്തെ ആ കാലത്ത് ജീവിച്ചിരുന്ന അബുസൗദ് വിശദീകരിക്കുന്നു. ലമൂസിഊൻ എന്ന് പറഞ്ഞാൽ ഇന്നാ ലമൂസിഊൻ എന്ന് പറഞ്ഞാൽ ലമൂസിഊന സമാഅ ഔ മാ ബൈനഹാ വ ബൈനൽ അർദി, ആകാശത്തെ നാം വികസിപ്പിക്കുന്നു. ആകാശം എന്ന് പറഞ്ഞാൽ ഉപരി, അതായത് പ്രപഞ്ചം, ഭൂമിക്ക് മുകളിലുള്ളതെല്ലാമാണ് ആകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചം മുഴുവനാണ്, ഭൂമി അല്ലാത്തതെല്ലാം ആകാശത്തിൽ പെടുന്നതാണ്. കാരണം എല്ലാം ഭൂമിയുടെ മുകളിലാണ്. നമ്മൾ മുകളിലാണ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ നേരെ കീഴിൽ നമ്മുടെ നേരെ താഴെ ഭാഗത്ത് കിടക്കുന്ന ഭൂമി ഉരുണ്ടതാണല്ലോ. താഴെ ഭാഗത്തുള്ള അമേരിക്കക്കാരന് നമ്മുടെ കാലിന്റെ ചോട്ടിലായിട്ട് നിൽക്കുന്ന പോലെയാണ്, ഒരു ഉരുണ്ട സാധനമാണല്ലോ. അപ്പോൾ നമ്മുടെ താഴെയായിട്ടാണ് അമേരിക്കക്കാരൻ നിൽക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ നമ്മളുടെ താഴ്ഭാഗമായി വന്ന ചുരുക്കത്തിൽ ഒരു ഗോളമായതുകൊണ്ട് ഈ ഗോളത്തിന്റെ ഏത് ഭാഗത്ത് നിൽക്കുന്നവനും അവന്റെ എല്ലാം അവൻ കാണുന്നതൊക്കെ ഉപരിയിലാണ്. അവന്റെ താഴെ എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അവന്റെ ഉപരിയിലാണുള്ളത്. അപ്പോൾ ഉപരിയിലുള്ള സർവ്വതിനെയും സൂചിപ്പിക്കുന്ന പദമാണ് സമാവ്. ഈ ആകാശത്തെ അല്ലെങ്കിൽ വാനത്തെ അല്ലെങ്കിൽ ഭൂമിക്ക് ഉപരിയിലുള്ള എല്ലാറ്റിനെയും, ഭൂമി അല്ലാത്ത എല്ലാറ്റിനെയും നമ്മൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നാം വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ളതിനെ നാം വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടും അർത്ഥം തന്നെ. അപ്പൊ ഈ പ്രപഞ്ചത്തെ നാം വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് 9ാം നൂറ്റാണ്ടിലുള്ള അബു സൗദ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അനവധി തഫ്സീറുകളിൽ മുൻകാലത്ത് തന്നെ 3ാം നൂറ്റാണ്ട് മുതൽ ഉള്ള തഫ്സീറുകൾ നോക്കിയാൽ, അതായത് 10ഉം 11ഉം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പല മുഫസ്സിറുകളും ലമൂസിഊൻ എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതൊരു പുതിയ ശാസ്ത്രം കണ്ടെത്തിയപ്പം ഇപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഒപ്പിക്കലൊന്നും അല്ല. ഇനി ഇതുമായി ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട്. അതായത് മഹാവിസ്ഫോടനത്തിലോടുകൂടെ, വലിയൊരു പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ച വസ്തുക്കൾ വേർപെട്ട് ഗ്രഹങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ആയിട്ട് വിവിധ സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ അതിൻ്റെതായ രൂപത്തിൽ തണുത്തുറയേണ്ടത് തണുത്തുറഞ്ഞു, പിന്നെ കത്തിജ്വലിക്കേണ്ടതായ നക്ഷത്രങ്ങൾ സൂര്യനെ പോലെയുള്ളത് അങ്ങനെ തന്നെ ആയിത്തീർന്നു. ഒക്കെ അള്ളാഹു സംവിധാനിച്ചു. അങ്ങനെയൊക്കെ ആയത് ഇതിങ്ങനെ അകന്നുകൊണ്ടേയിരിക്കുകയാണെന്നാണല്ലോ. ഇനി ഇതിന് നേരെ ഒരു മഹാസങ്കോചം വരാനുണ്ട് എന്നാണ് ശാസ്ത്രത്തിലെ നല്ലൊരു വിഭാഗം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. ഒരു വസ്തു ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു സമയത്ത് പുറത്തേക്ക് തെറിച്ചാൽ ആ മുമ്പോട്ട് പോകുന്ന ഒരു കുറേ വേഗത ഉണ്ടാവും, സ്പീഡ് ഉണ്ടാവും. ആ വേഗതയിൽ അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അത് കുറേ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേഗത നിൽക്കും, കുറയും. സ്വാഭാവികമാണല്ലോ. ഏതൊരു സാധനമാണെങ്കിലും പൊട്ടിത്തെറിച്ചാൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോകും. നമ്മൾ ചെറിയ അവസ്ഥ നമ്മൾ കാണുന്നുള്ളൂ. ഈ മഹാപ്രപഞ്ചം ഒന്നായിട്ട് പൊട്ടിത്തെറിച്ചത് നമ്മളൊന്ന് ഭാവനയിൽ കാണാൻ പോലും നമുക്ക് സാധിക്കില്ല. അത്ര വലിയൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ കോടാനുകോടി നക്ഷത്ര ഗോളങ്ങളും എല്ലാം കൂടെ അങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെതറി അങ്ങ് തെറിച്ചതാണ്. ഇത് അതിൻ്റെ ആ തെറിയുടെ ആ പൊട്ടലിൻ്റെ ആ സ്ഫോടനത്തിൻ്റെ വേഗതയിൽ ശക്തി കാരണം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ സഞ്ചാരം തുടരുന്നു. കുറേ കഴിയുമ്പോൾ, അള്ളാഹ് നിശ്ചയിക്കുന്ന സമയത്ത് എത്രയോ കാലം കഴിയുമ്പോൾ ഇതിൻ്റെ സഞ്ചാരത്തിൻ്റെ വേഗത കുറയും. ഇപ്പോൾ തന്നെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വേഗത കുറഞ്ഞ് അവസാനം തീരെ വികസിക്കാത്തൊരവസ്ഥയിൽ എത്തുന്നതോടുകൂടെ ഇത് നേരെ എതിരായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങുമെന്നാണ്. അതായത് നേരത്തെ എവിടെ നിന്ന് ഇത് പൊട്ടിപ്പുറപ്പെട്ടോ അവിടേക്ക് തന്നെ ഇത് വീണ്ടും സഞ്ചരിക്കാൻ തുടങ്ങും. കാരണം അതിൻ്റെ ആകർഷണ ബലം കൊണ്ട് വീണ്ടും പഴയ കേന്ദ്രത്തിലേക്ക് തന്നെ ഈ വസ്തുക്കളൊക്കെയും തിരിച്ച് സഞ്ചരിക്കാൻ തുടങ്ങുമെന്നാണ്. തിരിച്ച് സഞ്ചരിക്കും. ഇപ്പോൾ പോയടത്ത് തന്നെ എവിടെ നിന്നാണോ പൊട്ടിത്തെറിച്ചത് അവിടേക്ക് തന്നെ അത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതങ്ങനെ അവസാനം അതൊരു മഹാസങ്കോചമായി മാറുന്ന, എല്ലാം കൂടെ ഒന്നായിത്തീരും. ആകാശഗോളങ്ങൾ ഉതിർന്നു വീഴുമെന്നും നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമെന്നും ആകാശം പൊട്ടിപ്പിളരുമെന്നൊക്കെ ഖുർആൻ പറഞ്ഞത് ഈ സംഭവത്തെ ഉദ്ദേശിച്ചു കൊണ്ടാകാം. അല്ലെങ്കിൽ ഖുർആൻ ആ പറഞ്ഞ പൊട്ടിപ്പിളരലും ഒന്നിച്ചാവലും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂടുന്നതും കൂട്ടിമുട്ടുന്നതും ഒക്കെ ഈ തിരിച്ചുള്ള നടത്തത്തിൽ, പോയ സാധനം തെറിച്ചു പോയത് പിന്നിലേക്ക് തന്നെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുന്ന വരവിൽ സ്വാഭാവികമായിട്ടും എല്ലാം കൂട്ടിമുട്ടും. അങ്ങനെയുള്ളൂ. അകലെയുള്ളതെല്ലാം കൂടെ ഒരു കേന്ദ്രം ലക്ഷ്യമാക്കിയിട്ട് വരുമ്പം എല്ലാം പരസ്പരം കൂട്ടിമുട്ടുന്നതോടുകൂടി അവയുടെ ആകർഷണ ബലം കൂടും. മറ്റുള്ളവയെല്ലാം അത് ആകർഷിക്കും. എല്ലാം കൂടെ തകിട് പൊടിയാവും, എല്ലാം നശിക്കും. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആകാശത്തെ നാം ചുരുട്ടും. പുസ്തകത്തിൻ്റെ താളുകൾ, പുസ്തകത്തിൻ്റെ പേജുകൾ ചുരുട്ടുന്നത് പോലെ ആകാശത്തെ നാം ചുരുട്ടും.
എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചാക്കി പഴയ പോലെ ഉണ്ടാവും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ സമയം, അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ വീണ്ടും ഈ ഭൂമിയെ ഇന്നത്തെ ഭൂമിയല്ലാത്ത മറ്റൊരവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റും. പിന്നെ പരലോകമായി, മഹശറയായി. ഇതും ശാസ്ത്രത്തിന് നിഷേധിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഈ പരലോകയിൽ ഈ ലോകത്തിനൊരു അന്ത്യമുണ്ടെന്നും ആ ലോകത്തിന്റെ അന്ത്യത്തിന് ശേഷം ഇവിടെ മറ്റെന്തൊക്കെയോ മാറ്റങ്ങൾ വരാനുണ്ട് എന്നതും ശാസ്ത്രത്തിന് നിഷേധിക്കാൻ കഴിയാത്തതാണ് എന്നർത്ഥം. പിന്നെ 48-ാം ആയത്ത് തുടർന്ന് പറയുന്നു, ഭൂമിയാകട്ടെ നാം അതിനെ വിരിപ്പാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ വിരിപ്പിന് സമാനമായി നമ്മൾ വിധാനിച്ചിരിക്കുന്നു. നമ്മളത് വിധാനിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര നല്ലവനാണ് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ആലോചിച്ച് നോക്ക്, ഉരുണ്ട ഭൂമിയാണ്, തെളിയിക്കപ്പെട്ടതാ ശാസ്ത്രത്തിലൂടെ. ഖുർആനും അതിലേക്ക് ഒരുപാട് വിരൽ ചൂണ്ടുന്നുണ്ട്, സൂചനകൾ നൽകുന്നുണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്നതിലേക്ക്. അപ്പോൾ ഈ ഉരുണ്ട ഒരു ഭൂമിയെ പരന്ന ഒരവസ്ഥയിൽ നാം ആ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു, അല്ലേ? നമുക്ക് ആർക്കെങ്കിലും ഒരു ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരു ഉരുണ്ട സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഒരു ഉരുണ്ട സ്ഥലത്തൂടെ നമുക്ക് സൗകര്യമായിട്ട് നടക്കാൻ കഴിയുമോ? കാല് വെച്ചാൽ നിൽക്കുമോ? താഴോട്ടോട്ട് പോരൂലേ? ആ ഉരുണ്ട ഒരു സ്ഥലത്ത് വല്ല കെട്ടിടവും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? ആലോചിച്ച് നോക്കുന്നത്. എന്നാൽ ഈ ഉരുണ്ട ഗോളാകൃതിയിൽ കിടക്കുന്ന ഒരു ഗോളമായി കിടക്കുന്ന ഭൂമിയിലെ ഈ ഭൂഗോളം, ഈ ഭൂഗോളത്തിന്റെ എന്ന് പറഞ്ഞാൽ വലിയൊരു പന്തായിട്ട് കാണാൻ കൂട്ടിക്കോളി, ഭൂമിന്റെ അത്ര വലിപ്പം വരുന്നൊരു പന്താണ്. ആ ഒരു ഉരുണ്ട വസ്തുവിന്റെ മുകളിൽ പരന്ന അവസ്ഥയിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, കൃഷി ചെയ്യുന്നു, നാം സഞ്ചരിക്കുന്നു, വാഹനങ്ങൾ ഓടുന്നു, റോഡുകൾ ഉണ്ടാക്കുന്നു, തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു ഭാഗത്ത് കടലിലൂടെ സഞ്ചരിക്കുന്നു, വേറൊരു ഭാഗത്ത് അന്തരീക്ഷത്തിലൂടെ വായുവിലൂടെ സഞ്ചരിക്കുന്നു. എല്ലാ സുഖസൗകര്യം പരന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ ആ തരത്തിൽ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നു പടച്ചറബ്. അതീവ ചൂട് കഠിനമായ ഒരവസ്ഥയായിരുന്നു ഭൂമിക്ക് പൊട്ടിത്തെറിച്ച സമയത്ത്. അത് അല്ലാഹു തണുപ്പിച്ച് അതിൽ സസ്യങ്ങൾ മുളപ്പിച്ച്, ചെടികൾ മുളപ്പിച്ച്, മരങ്ങൾ മുളപ്പിച്ച്, സസ്യങ്ങളും ഉണ്ടാക്കി, ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കി, കന്നുകാലികളെ, ജീവജാലങ്ങളെ വിന്യസിപ്പിച്ചു. അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞ ശേഷം അവസാനമായി ഭൂമിയിലേക്ക് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു. ഏറ്റവും അവസാന മനുഷ്യൻ കേട്ടോ, ഭൂമിയിലെ ഏറ്റവും അവസാന സൃഷ്ടിയാണ് മനുഷ്യൻ. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് എല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് വിടുന്നത് അള്ളാഹു, എല്ലാ സൗകര്യങ്ങളും ചെയ്ത ശേഷം. ആ ഭൂമി സുഖമായ ഒരു വിരിപ്പിന് സമാനമാക്കി വെച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ നിലക്കും ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു പടച്ചറബ്. എന്നിട്ട് പടച്ചോ പറയാ, ഫനിഅമൽ മാഹിദൂൻ, വിധാനിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര നല്ലവരാണ് നാം. തുടർന്നുള്ള പറയാണ്, ومن كل شيء خلقنا زوجين لعلكم تذكرون. ومن كل, എല്ലാ വസ്തുക്കളിൽ നിന്നും, ഖലഖന, നാം സൃഷ്ടിച്ചിരിക്കുന്നു, സൗജൈനി, ഇണയെ. രണ്ടെണ്ണം കൂടുമ്പോഴല്ലേ ഇണയാവുന്നത്. സൗജൈൻ, രണ്ട് ഇണകളെ എല്ലാ ജീവികളിൽ നിന്നും നാം സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളിൽ നിന്നും നാം സൃഷ്ടിച്ചിരിക്കുന്നു. ലഅല്ലക്കും, നിങ്ങളായേക്കാം, തദക്കറൂൻ, ആലോചിക്കുന്നവരായേക്കാം. ഈ ആയത്തിലാണ് ഓർമ്മപ്പെടുത്തുന്നത്, ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളെ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഏറ്റവും അവസാനമായിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടി ഭൂമിയിൽ നടക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത്, എല്ലാ ജീവജാലങ്ങളെയും പടച്ചറബ് സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? ഇണകളായി സൃഷ്ടിച്ചു. ആൺ പെൺ എന്ന രൂപത്തിൽ ഇണകളായി സൃഷ്ടിച്ചു. എന്തിന്? പിൻതലമുറ ഉണ്ടാവുന്നതിന് വേണ്ടി, അവരുടെ വംശം നിലനിർത്തുന്നതിന് വേണ്ടി. അങ്ങനെ അവർക്ക് എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു ഈ സംവിധാനം നൽകി, ആണ് പെണ്ണ് എന്ന നിലക്കുള്ള സംവിധാനം. ഏത് ജീവി നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യരെന്നല്ല എല്ലാ ജീവജാലങ്ങളും. ജീവജാലങ്ങൾ എന്ന് മാത്രമല്ല, സഞ്ചരിക്കാൻ കഴിയാത്ത സസ്യങ്ങളിൽ പോലും ആൺവർഗവും പെൺവർഗവും, ആൺപൂവും പെൺപൂവും, ആൺചെടിയും പെൺചെടിയും, ആൺകുലയും പെൺകുലയും, അല്ലേ? ആലോചിച്ച് നോക്കിയാൽ ഈ രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ വസ്തുക്കളിൽ നിന്നാണ് പറഞ്ഞത്, എല്ലാ ജീവികളിൽ നിന്നല്ല. അമീൻ കുല്ലി ശൈഇൻ എന്നാ പറഞ്ഞത്. എല്ലാത്തിലും ഇണയുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. ആൺ പെൺ എന്ന രണ്ട് ഇണ എല്ലാറ്റിലും ഉണ്ട്. ആദ്യമൊക്കെ വിചാരിച്ചത് ജീവികളിൽ മാത്രമാണ് ഇണ എന്നാ. പിന്നെയാണ് അത് കുറെ കാലം കഴിയുമ്പോഴാണ് സസ്യങ്ങളിലും അങ്ങനെ തന്നെ ഇണ. പിന്നെ സസ്യങ്ങളിൽ മാത്രമല്ല, മരങ്ങളിലും അതുപോലെ തന്നെ ഇണയുണ്ട്. ചില മരങ്ങൾ അതാണായിരിക്കും, അതിലുണ്ടാകുന്ന പൂക്കൾ മുഴുവനും ആൺപൂവായിരിക്കും, അതിലൊരിക്കലും തന്നെ ഒരു കായ പിടിക്കൂല. എന്നാൽ ഇത് കായ ഉണ്ടാകാത്തതെന്ന് പറഞ്ഞ് മുറിച്ച് കളഞ്ഞാലോ മറ്റേ മേലിട്ട് ഉണ്ടാവില്ല. കാരണം ഇതാണ് ആൺചെടി, മറ്റേത് പെൺചെടിയാണ്. ഉദാഹരണം ജാതിക്കൊക്കെ, ജാതി അങ്ങനെയാണ്. ജാതി ആണ് വേറെയും ആൺചെടി വേറെയും പെൺചെടി വേറെയാ. ഇപ്പൊ ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട്, ആൺചെടിയും പെൺചെടിയും ഒന്നിച്ച് ചേർത്ത് ഒട്ടിച്ചിട്ടുള്ള ജാതിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒന്ന് തന്നെ വെച്ചാലും കായ്ക്കുന്നത്. കാരണം അതിൽ രണ്ടുമുണ്ട്.
രണ്ടും കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചിട്ട് മനുഷ്യൻ പിന്നെ അതിനെ സംവിധാനിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാ വസ്തുക്കളിലും അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങളിത് ചിന്തിച്ചേക്കാം, നിങ്ങൾക്ക് ബുദ്ധി വന്നേക്കാം, മുറ്റാലോചിച്ചേക്കാം, അതിനുവേണ്ടി അള്ളാഹു ഇങ്ങനെയൊക്കെ സംവിധാനിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കുക, കുറേ കാര്യങ്ങളാണ് ഈ സൂറത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. മുൻഗാമികളുടെ കുറേ നാശത്തിൻ്റെ കഥകൾ, നാശത്തിൻ്റെ ചരിത്രം പഠിപ്പിച്ച്, പിന്നെ പ്രപഞ്ചത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, ശാസ്ത്ര യാഥാർത്ഥ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു. ഇങ്ങനെ ഇനി അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് തുടർന്ന് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കുക, കൂടുതൽ ഉയരുക. നാളെ പരലോകത്ത് ഖുർആനാണ് നമുക്ക് ഉപകാരമുണ്ടാവുക. ഖബറിൽ നമുക്ക് വെളിച്ചമാകുന്നത് ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ കൂടുതൽ സന്നദ്ധത കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.